ആർക്കുണ്ടല്ലോ, ഒരു ഇൻസ്പിറേഷൻ ആർക്കുണ്ടല്ലോ അവസാനം. ഇപ്പം സാപ്പട്ട പറമ്പിലായാലും ക്രീഡായാലും എല്ലാത്തിനും നമുക്കൊരു ആവേശം കിട്ടുന്ന ഒരു ക്ലൈമാക്സ് അങ്ങനെ ഉണ്ടാവും. അത് അങ്ങനത്തെ ആർക്കും അല്ലാതെ മാറ്റി പിടിക്കാം. അതായത് ഒരു ടീനേജ് പിള്ളേർ കോഴ്സ് ചൂസ് ചെയ്യുന്നു ഒരു കാര്യത്തിന്, ആ ഒരു ഐഡിയ എവിടുന്നാണ്? അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതൊരു ബോക്സിംഗ് സിനിമ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്തതല്ല. എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ, അത് എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള കുറച്ച് ഇൻസിഡൻസിൽ നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ്. ആ ഐഡിയ ഇൻസ്പയർ ആയപ്പോഴാണ് എന്നാൽ പിന്നെ അത് ബോക്സിംഗ് സിനിമയാക്കാം, അത് ബോക്സിംഗ് തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ബോക്സിംഗ് സിനിമയായിട്ട് തന്നെ പ്ലാൻ ചെയ്തത്. ഒരിക്കലും നമ്മളതൊരു ഈ നേരത്തെ സംസാരിച്ചിട്ടുള്ള പറഞ്ഞ പോലെ ഒരു ഇതിന് മുമ്പുണ്ടായിട്ടുള്ള സിനിമകളുടെ ഒരു ഫോർമാറ്റിലും അത് എഴുതാനോ അല്ലെങ്കിൽ അതിനെ കൺസീവ് ചെയ്യാനോ ആലോചിച്ചിട്ടില്ല. എന്തായിരുന്നു അന്ന് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്, അതിന്റെ മാക്സിമം ഹോണസ്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ടായിരിക്കാം അത്തരം സിറ്റുവേഷൻസ് നിങ്ങൾ പറഞ്ഞ പോലെ അതുണ്ടാവാൻ. പ്രഷറായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ആ സമയത്തെല്ലാം നമ്മൾ സിനിമയുടെ പ്രോസസ്സിലായിരുന്നല്ലോ. അപ്പോൾ ആ ചെയ്യുന്ന വർക്കിൽ നമ്മൾ ഫുൾ കോൺഫിഡൻ്റ് ആയിരുന്നു, നമ്മൾ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ പ്രഷറുകളൊന്നും അങ്ങനെ എഫക്റ്റ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. ഈ ആലപ്പുഴ ജിങ്കാനൊക്കെ ഒരു എൻട്രി കൊടുക്കുന്നുണ്ടല്ലോ എല്ലാ കാൻഡിഡേറ്റും വരുമ്പോൾ, അത് ആദ്യം തന്നെ അതിനൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഈ സോങ് സെറ്റ് ചെയ്യാൻ ആ ലെവലിൽ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഓരോരുത്തരും മത്സരാർത്ഥികൾ ബോക്സിങ്ങിലേക്ക് പങ്കെടുക്കാൻ വരുമ്പോൾ അത് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഈ ഉറപ്പായിട്ടും സ്ക്രീൻ പ്ലേയുടെ പീസിലാണ് നമ്മളത് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് സ്പേസ് ഉണ്ടല്ലോ. ഇപ്പം റിക്കിന്റെ ഉള്ളിൽ നടക്കുന്ന പോലെയാണെങ്കിൽ ഷോർട്സ് ഒക്കെ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് അത് ഒരു പ്രീ റിഹേഴ്സലൊക്കെ ചെയ്ത് 1-2 തവണ ചെയ്ത് നോക്കിയിട്ട് ഷോർട്സ് ഫിക്സ് ചെയ്യുന്ന തരത്തിലേക്ക് അത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു ഷോർട്സ് ചെയ്യുന്നുണ്ടോ? അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ? റിങ്ങിന്റെ അകത്തുള്ള ഷൂട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കലി ആക്ഷൻ കൊറിയോഗ്രാഫർ മിസ്റ്റർ ജോഫിൽ, അദ്ദേഹം ഇവിടെ ഉണ്ട്. സർ ഡിസൈൻ എല്ലാം ചെയ്തിട്ടുള്ളത് ഇവരെല്ലാവരും ട്രെയിൻ ചെയ്തിട്ടുള്ള ജോഫിൽ തന്നെയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫർ മിസ്റ്റർ ജിംഷി ഖാലിദ്, ഇവർ രണ്ടുപേർക്കുമാണ് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് പോകുന്നത്. പിന്നെ അത്രയും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള കൊറിയോഗ്രാഫി കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നമ്മളുടെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഇവർക്ക് ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ സുഹൃത്തുക്കളും നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും തന്നെ നമ്മളോട് വളരെയധികം കോപ്പറേറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അവരെല്ലാവരും ഇവരെക്കാൾ കൂടുതലായിട്ട് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യും, കുറച്ചെങ്കിലും പ്രൊഫഷണലായിട്ട് ബോക്സിങ്ങിനെ ഫോളോ ചെയ്യുന്നവരാണ്. അവരോടൊക്കെ ഒരുപാട് താങ്ക്ഫുൾ ആണ് ഈ സിറ്റുവേഷനിൽ, കാരണം അവരൊന്നും ഇല്ലാതെ നമുക്കിത് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.